സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ നോഹയുടെ കാലം പോലെ എന്ന വിഷയത്തിൻ്റെ ക്ലിപ്പിൻ്റെ 2ാം ഭാഗമാണ് നിങ്ങൾ കേൾക്കുന്നത്. പണ്ടൊക്കെ അത്തി തളർത്ത വിഷയം എടുത്ത് പ്രസംഗിക്കും നമ്മൾ. അത്തി തളർത്തിട്ട് എത്ര വർഷമായി? നല്ലൊരു വർഷം കഴിഞ്ഞു. 48-ലാണ് അത്തി തളർത്തത്. ഇപ്പം എത്രയായി? 3/4 നൂറ്റാണ്ടായി കഴിഞ്ഞു. ഇപ്പം നമ്മൾ പ്രസംഗിക്കുന്നത്, ഇപ്പം ഞാൻ പ്രസംഗിക്കുന്നത്, പണ്ടൊരു ഒരു ഈ പ്രസംഗം ഞാൻ പറഞ്ഞപ്പോൾ ഒരു വാത്സല്യ സഹോദരി, ദൈവത്തിനെ എനിക്ക് വളരെ ആദരവുണ്ട്, കാരണം അവരത് പറഞ്ഞല്ലോ എന്നോർത്ത് എനിക്ക് അഭിമാനം തോന്നി. പക്ഷേ അത്തി തളർത്ത കാര്യമൊന്നും ഇപ്പോൾ പറയണ്ട, കാരണം അത് 75 വർഷം മുമ്പ് തളർത്തതല്ലേ. ആ തിരിച്ചറിവ് എനിക്കില്ലാതെ പോയെന്നുള്ളതിൽ ഞാൻ ഖേദിക്കുന്നു. ശരിയാ, അത്തി തളർത്തമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഇപ്പോൾ ഇസ്രായേൽ പർവ്വത നിരകളിൽ ഗോഗുമാഗോവിൻ്റെ നേതൃത്വത്തിൽ ആര് വരാൻ പോവാ? ഒരു വലിയ സൈന്യം ഇസ്രായേലിനെതിരെ അണിനിരന്നുകൊണ്ടിരിക്കുക. ഇസ്രായേൽ ഒറ്റപ്പെടാൻ പോവുക. ബായി വിളിച്ചു നടന്ന ട്രംപ് പോലും ഇസ്രായേലിനെതിരെ മുഖം തിരിച്ചു വന്ന് സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതൊരു പ്രവചന നിവൃത്തിയാണ്. UK, ഫ്രാൻസ്, കാനഡ ഇങ്ങനെയുള്ള സൗഹൃദ രാഷ്ട്രങ്ങൾ പോലും അവരെ കൈവിടുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു സംഭവങ്ങൾ. ഗാസയിലെ ഘോരമായ ആക്രമണം കൊണ്ട് സപ്പോർട്ട് കൊടുത്ത രാജ്യങ്ങൾ സപ്പോർട്ട് പിൻവലിച്ചു. ഇസ്രായേൽ ഒറ്റപ്പെടുന്നു. ഇസ്രായേൽ പർവ്വത നിരകളിൽ ഗഹസ്കേൽ 38-39 അധ്യായം നന്നായിട്ട് വായിച്ച് പഠിച്ചോണം. അവിടേക്ക് ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ, എനിക്ക് അതോടെ വേറൊരു വിഷയം പറയാനുള്ളത്, ഈ ഗോഗിന് അവരോട് യുദ്ധം ചെയ്യണമെന്ന് താല്പര്യമൊന്നുമില്ല. എന്നാൽ പ്രവാചക ശബ്ദം എന്താണെന്നറിയാമോ? ഞാൻ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെ വലിച്ച് അവർക്കെതിരെ കൊണ്ടുവരും. അതാ പ്രവചനം. നമ്മളെപ്പോലുള്ള എഴുത്തും വായനയൊന്നും അറിഞ്ഞുകൂടാത്ത പ്രവാചകന്മാർ, സാധുക്കളായ മനുഷ്യർ, പട്ടിണി കിടന്നവർ, കഷ്ടപ്പെട്ടവർ, അടികൊണ്ടവർ, ദുഃഖകരമായ ജീവിതം നയിച്ചവർ, ആ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിൻ്റെ നിവൃത്തികളാണ് ഇന്ന് ഞാനും നീയും കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓർത്തോണം. അതുകൊണ്ട് പ്രവചന ഭാഗങ്ങൾ വായിച്ച് പഠിച്ചോണം. ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചന നിവൃത്തികൾ പ്രവചന പുസ്തകത്തിലുണ്ട്. ഇസ്രായേൽ പർവ്വത നിരകളിൽ ഞാനിത് എത്രയോ മാസങ്ങളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ ഇറാനൊക്കെ അവർക്കെതിരെ കൂടും. സിറിയ, ഇറാൻ, അതുപോലെ പല അറബ് രാജ്യങ്ങളും, ചില അറബ് രാജ്യങ്ങൾ വിട്ടുനിൽക്കും, ചില യൂറോപ്യൻ രാജ്യങ്ങളും ആഡ് ചെയ്യപ്പെടും. അവർ വരാൻ പോവുക. ഒരു വലിയ യുദ്ധം നടക്കാൻ പോവുക. ആ യുദ്ധം നടക്കുന്നതിന് മുൻപ് ദൈവസഭ മാറ്റപ്പെടും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ഭരണത്താണ് ആ യുദ്ധം നടക്കുന്നത്. ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ അവിടെ ചെന്ന് യുദ്ധം ചെയ്യുന്ന എല്ലാ പടയാളികളും ആ പർവ്വത നിരകളിലോട്ട് കയറും. ഒരൊറ്റ ഒരെണ്ണം തിരിച്ചു പോരത്തില്ല. അവരുടെ ശ്മശാന ഭൂമി യെരുശലേമിലാണ് എന്ന് യെഹെസ്കേൽ പ്രവാചകൻ ശക്തമായി എഴുതി വച്ചിരിക്കുക. ഞാൻ അവർക്കൊരു വലിയ ശ്മശാന ഭൂമി കൊടുക്കും. ആ പട്ടാളക്കാരുടെ രക്തം, അവരുടെ മാംസം മൃഗങ്ങളും പക്ഷികളും കൊത്തിപ്പറിച്ച് കുടിച്ചു തീർക്കും. മൃഗങ്ങൾ നക്കി കുടിക്കും. ഹല്ലേലൂയ. അവരുടെ അസ്ഥികൾ ആ യെരുശലേമിൽ ഒരു ശ്മശാന ഭൂമിയിൽ, ഞാനത് വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് എങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ പോലും ഞാൻ ഒന്ന് ഓർപ്പിച്ചുണർത്തുകയാണ് ചെയ്തത്. അവർക്കെതിരെ വരുന്ന സൈന്യത്തോട് ദൈവം ചെയ്യുന്നത് എന്താ? ഞാൻ ഇസ്രായേലിന് വിരോധമായി വരുത്തും എന്ന് പണ്ടത്തെ കാലത്ത് അനേക സംവത്സരങ്ങളായി പ്രവചിച്ചു പോരുന്ന അവിടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം യെഹെസ്കേൽ 38-17 മുതലാണ്. ഞാൻ അന്ന് അരുളി ചെയ്തത് നിന്നെക്കുറിച്ചല്ലയോ? ഇസ്രായേൽ ദേശത്ത് വിരോധമായി ഗോഗ് എന്ന് വരുന്ന നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ഉജ്ജ്വലിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഞാൻ വലിയൊരു ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എൻ്റെ തീഷ്ണതയിലും എൻ്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗങ്ങളും നിലത്തിലെ ഇഴജാതികളൊക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും എൻ്റെ സന്നിധിയിൽ വിറയ്ക്കും. മലകൾ ഇടിഞ്ഞു പോകും, കടുംതൂക്കങ്ങൾ വീണുപോകും, എല്ലാം അതിലും നിലംപരിചയാകും. ഞാൻ എൻ്റെ ഈ സകല പർവ്വതങ്ങളോടും അവൻ്റെ നേരെ വാൾ എടുക്കാൻ കൽപ്പിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഓരോരുത്തൻ്റെ വാൾ അവനവൻ്റെ സഹോദരന് വിരോധമായിരിക്കും.
അപ്പൊ ഈ വരുന്ന മഹാന്മാര് തമ്മി വെട്ടിച്ചാകുമെന്ന്. സ്തോത്രം. പണ്ട് മോശ പ്രമാണം വാങ്ങാൻ പോയപ്പോൾ അഹരോൻ കാളക്കുട്ടി വാർത്തുണ്ടാക്കിയപ്പോൾ അവിടെ നടന്നല്ലേ സഹോദരനെ വാളെടുത്ത് വെട്ടാൻ. അതൊരു ദൃഷ്ടാന്തമല്ലേ? അതിവിടെ തുടങ്ങാൻ പോവുക. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവരെ ന്യായവിധിക്കും. ഞാൻ അവൻ്റെ മേലും അവൻ്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോടുകൂടി വന്ന പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. ഇപ്പോൾ സോദോമർ അവിടെ ആവർത്തിക്കപ്പെടും. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശദീകരിക്കുകയും ചെയ്ത് പല ജാതികളും എന്നെ കാണുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എനിക്ക് നിങ്ങൾ 38-39 അധ്യായം വായിച്ചു പഠിച്ചോ. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടി പറയാൻ ഇരിക്കാൻ താല്പര്യമില്ല, സമയം എടുക്കുകയാണ്. അന്ന് ഞാൻ ഗോഗിന് ഇസ്രയേലിൽ ഒരു ശ്മശാന ഭൂമി കൊടുക്കും. കടലിൻ്റെ കിഴക്ക് വശത്തുള്ള, അത് 39:11, കിഴക്ക് വശത്തുള്ള വഴി പോക്കരുടെ താഴ്വരയെ തന്നെ വഴിപോക്കരുടെ വഴിമുടക്കായി തീരും. അവിടെ അവർ ഗോഗിനെയും അവൻ്റെ സകല പുരുഷന്മാരെയും അടക്കം ചെയ്യും. ഈ തിന്നു കഴിഞ്ഞ് ബാക്കിയുള്ളതിനെയൊക്കെ, മനുഷ്യൻ തിന്നുന്നതിന് കൈ കിടപ്പുണ്ടല്ലോ, മൃഗങ്ങളും പക്ഷിയും തിന്നുന്നതിന്, ബാക്കിയുള്ളതിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? അവിടെ അടക്കം ചെയ്യും. അവർ അതിന് ഹാമോൻ ഗോഗ് പുരുഷാരത്തിൻ്റെ താഴ്വര എന്ന് പേർ വിളിക്കും. മനസ്സിലായില്ലേ? മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സകല പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടത്, നിങ്ങൾ കൂടി വരുവിൻ, നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങളിൽ ഒരു യാഗമായി നിങ്ങൾക്ക് വേണ്ടി അർപ്പാൻ പോകുന്ന എൻ്റെ യാഗത്തിന് 4 പുറത്തു നിന്ന് വന്നുകൂടുവിൻ. നിങ്ങൾ വീരന്മാരുടെ മാംസം തിന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കണം. അവരൊക്കെയും ബശാനിലെ തടിപ്പിച്ച ആട്ടുകൊറ്റന്മാരും കുഞ്ഞാടുകളും കോലാട്ടുകുട്ടന്മാരും കാളകളും തന്നെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറുത്തിരിക്കുന്ന എൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ തൃപ്തരാകുവോളം മേധസ് തിന്നുകയും ലഹരിയാകുവോളം രക്തം കുടിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ എൻ്റെ മേശയെങ്കിൽ കുതിരകളെയും വാഹനമൃഗങ്ങളെയും വീരന്മാരെയും സകലവിധ യോദ്ധാക്കളെയും തിന്ന് തൃപ്തരാകും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. 38-39 ഒന്ന് വായിച്ചു പഠിച്ചോണേ. ഇസ്രായേൽ പർവ്വത നിരകളിൽ ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഇന്നത്തെ മഹാന്മാർ, 5 സ്റ്റാർ ഇട്ട മിലിറ്ററി ഓഫീസർമാർ. പുടിനൊക്കെ ലോകത്തിലെ പറ്റിയ അഹങ്കാരിയല്ലേ? ഞാൻ കത്തിച്ചു കളയുന്ന പറഞ്ഞ ലോകത്തെ. വേറൊരുത്തനുണ്ട്, കിങ് ഉൻ, ഞാൻ എല്ലാത്തിനെയും ചുട്ടുചാമ്പലാക്കും. ബൈഡൻ അങ്ങനെ പറയാറില്ലെന്ന് തോന്നുന്നു. ട്രംപ് പറയും എല്ലാത്തിനെയും ഞാൻ കശാപ്പ് ചെയ്യും. ഇതൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവരൊക്കെ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ പെട്ടുപോകും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. മനുഷ്യൻ പെരുകി തുടങ്ങി. അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രിമാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ള, അതൊരു സബ്ജക്റ്റാണ്. അത് പറയാനായിട്ട് എൻ്റെ മുമ്പിൽ സമയമില്ല. വേറെ ഏതെങ്കിലും സമയത്തിൽ ഞാനതിനെക്കുറിച്ച് നിങ്ങൾക്ക് പകർന്നു തരാമെന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. ബോധിച്ചേവരെയും ഭാര്യമാരായി എടുത്തു. ബോധിച്ചേവരെയും. വിവാഹം നിലയ്ക്കാൻ പോവുക ദൈവമക്കളെ. ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ വിവാഹം നടക്കുന്നുണ്ട്. അതൊക്കെ നിലയ്ക്കാൻ പോവുക. ഇപ്പം അവരവർക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്ത് ജീവിക്കാമെന്നുള്ള നിയമത്തിലേക്ക് വന്നു. അപ്പം തന്നെ ആയില്ലേ ബോധിച്ചവരെയും ഭാര്യമാരായി എടുക്കുന്ന കാലം? എത്ര കറക്റ്റായി. ലിവിങ് ടുഗദറാ, ഗെറ്റ് ടുഗദറാ ഒക്കെ നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അവരവർക്ക് തോന്നിയ പോലെ എടുത്ത് ഒരു 6 മാസമോ 1-2 വർഷമോ ജീവിച്ചിട്ട് പിന്നെ കളഞ്ഞിട്ട് വേറെ ഇഷ്ടം പോലെ എടുക്കാം, ബോധിച്ചതുപോലെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, അവരവർക്ക് ബോധിച്ചതുപോലെ നടക്കുന്നൊരു കാലഘട്ടം, അത് നോഹയുടെ കാലഘട്ടമാണ്. അത് ഈ കാലഘട്ടത്തോട് ഉപമിച്ച് പഠിപ്പിക്കുമ്പോൾ 100% ശരിയാ. അങ്ങനെ ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുക്കുന്ന അവസ്ഥയിലേക്ക് കാലഘട്ടം വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് അവർ യോഗ്യരായി തീർന്നു. അതുപോലെ ഇന്നുള്ള പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് യോഗ്യരായി മാറുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നോഹയുടെ കാലഘട്ടത്തെ ന്യായം വിധിച്ചെങ്കിൽ ഇന്നത്തെ നോഹയുടെ കാലഘട്ടത്തിന് തതുല്യമായ പാപപ്രവൃത്തികൾക്ക് വിധേയരായ മനുഷ്യരെയും ദൈവം എന്ത് ചെയ്യും? ന്യായം വിധിക്കും. നമ്മൾ പൊട്ടന്മാരായിരിക്കരുത്.
വേദപുസ്തകം സസൂക്ഷ്മം വായിച്ച് പഠിക്കണം. ഉൽപ്പത്തി പുസ്തകം നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഞാൻ സാധാരണ ഈ ന്യായപ്രമാണത്തിന് നമ്മൾ പ്രസക്തി കൊടുക്കേണ്ട, കാരണം നമ്മൾക്ക് റോമർ 3:19 ന്യായപ്രമാണം ലഭിച്ചതാർക്കാ? ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോടാ. നമ്മളൊന്നും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ, നമ്മൾ യൂതന്മാരുമല്ല. റോമർ 6:10 നാം ന്യായപ്രമാണത്തിൽ ഒളിവുള്ളവരാ. ഇതൊന്നും പലർക്കും അറിയാതെ പലരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ന്യായപ്രമാണം ഇല്ല, നമ്മൾ ന്യായപ്രമാണത്തിൽ ഒഴിവുള്ളവരാ. നമുക്ക് പ്രമാണമുണ്ട്. ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിക്കും. പലരും അറിയാതിരിക്കുന്ന വിഷയങ്ങളാണ് അതൊക്കെ. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നമുക്കുള്ളത്. മോശയുടെ ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾക്ക്. നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി പോണ്ട. മനസ്സിലായോ? അങ്ങോട്ട് പോയാൽ നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടും. ന്യായപ്രമാണ പ്രകാരം തിമത്യോസിനെ പരിച്ഛേദന കഴിപ്പിച്ച പൗലൂസ് ഗലാത്യർ 5:1 വായിച്ചേ. ഇവിടെ വായിച്ച് കേൾപ്പിക്കും. പരിച്ഛേദനയെ കുറിച്ച് പൗലൂസ് പറഞ്ഞത് എന്താ? ഉപദേശം പഠിച്ച് ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ, ആത്മാവിൽ താൻ ഗ്രഹിച്ചപ്പോൾ പൗലൂസ് എന്താ എഴുതി വെച്ചു? നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷിയിരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. മതി, ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ. ന്യായപ്രമാണം ആചരിക്കാൻ പോയാൽ കൃപയിൽ നിന്ന് വീണു പോകും. ന്യായപ്രമാണത്തിന്റെ പഠിപ്പിക്കൽ മുഴുവൻ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല. അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാര് കോടതിയിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നത്, കേസിൽ നിന്ന് വിമുക്തമാകാതിരിക്കുന്നതിന്റെ കാരണം എന്താ? പ്രതികാരദാഹികളാണ് അവര്. എന്താ അങ്ങനെ വരാൻ കാര്യം? ന്യായപ്രമാണത്തിന്റെ പഠിപ്പിക്കൽ പ്രതികാരമാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ പ്രമാണമോ തമ്മിൽ സ്നേഹിക്കുക, തമ്മിൽ ബഹുമാനിക്കുക. ഓരോരുത്തൻ തമ്മിൽ എന്ത് ചെയ്യുക? ശ്രേഷ്ഠനം കണ്ടുക. ഈ വാക്യമൊന്നും ഇവരുടെ കണ്ണിൽ പെട്ടിട്ടില്ല. ഇവർക്ക് UK-യിലും KK-യിലും അവിടെ ഇവിടെയൊക്കെ വീടുമുണ്ട്, ഒരു വലിയ കോടീശ്വരന്മാരാണ്. ഇവരുടെ കണ്ണ് മുഴുവൻ പൗലൂസ് കർത്താവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് ചെതുമ്പലിരിക്കുക. ന്യായപ്രമാണത്തിന്റെ ചെതുമ്പൽ അവരുടെ കണ്ണിലിരിക്കുക. സ്കൂളിൽ പോകാത്ത ഉപദേശി വന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അത് പോകും. അതുകൊണ്ട് വചനം പ്രസംഗിക്കുന്ന, സത്യവചനം പഥ്യവചനം പ്രസംഗിക്കുന്ന ശിശുമാരുടെ മുമ്പിൽ പോയി നിങ്ങൾ തലവെച്ച് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ചെതുമ്പൽ മാറിക്കിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ നിന്നിറങ്ങാതെ നിങ്ങളുടെ ജന്മം അവസാനിക്കും. അറ്റ കൈയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, സങ്കടമുണ്ട്. തമ്മിൽ സ്നേഹിക്കാൻ പ്രമാണം ലഭിച്ചവര് രക്ഷിക്കപ്പെട്ട വക്കീലിനെയും കൊണ്ട് കോടതിയിൽ കേസ് പറയാൻ പോയിരിക്കുക. ഇന്ത്യയിലെ, കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന്റെ ഒരു തലതൊട്ടൊപ്പം പറഞ്ഞത് ഇങ്ങനെയാണ്: 37 കേസ് ഞങ്ങൾക്ക് കോടതിയിൽ കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ ഒരു 6-7 എണ്ണം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ക്യാപ്റ്റൻ സാമുവല് വടക്കേ ഇന്ത്യയിൽ സ്ഥലം വാങ്ങിയിട്ടു ഒരു ഹോള് പണിയാൻ വേണ്ടി. കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു 1/2 മീറ്ററോളം സ്ഥലം അടുത്തുള്ള പുള്ളി കല്ല് മാറ്റിയിട്ട് എടുത്തിരിക്കുക. പുള്ളി കൃത്യമായിട്ട് മനസ്സിലായി. പുള്ളി എന്ത് ചെയ്യുന്നറിയോ? ഒരു 1/2 മീറ്റർ കൂടി അങ്ങോട്ട് വിട്ടുകൊടുത്തു. ആ മീറ്റർ കണക്കിന് കൃത്യമായിട്ട് ഞാൻ നോക്കുന്നില്ല. 1/2 മീറ്റർ കൂടി അങ്ങോട്ട് മാറ്റി കുറ്റടിച്ച് അവർ വീട് കൊടുത്തു. അപ്പോൾ അവർ ചോദിച്ചു, എന്താ പാസ്റ്റർ ഇങ്ങനെ നിങ്ങൾ നീക്കിയിട്ടേ? അല്ല, അത് കുഴപ്പമില്ല, ഞങ്ങൾക്കിതൊന്നും, ഞങ്ങൾ മണ്ണൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. മണ്ണ് പ്രതിമാണിക്യം വെടിയുകില്ല ഞാൻ. പുള്ളി പാടിക്കൊണ്ട് ചെന്ന് പാടി മരിച്ചു. ഇന്ന് ഈ മണ്ണ പ്രതിമാണിക്യം വെടിയുകില്ല എന്നൊരു തിരിച്ചു പാടിക്കൊണ്ടിരിക്കുക. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ്. എങ്ങനെ പറയാതിരിക്കും? വീടോട് വീട് കൂട്ടുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. കോടിക്കണക്കിന് സുവിശേഷം പറഞ്ഞ് സമ്പാദിച്ച് സ്ഥലവും വീടും ഒക്കെ വാങ്ങിയിട്ടിട്ട് ഇപ്പോഴും കിടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ചില മഹാന്മാര്. തീയെന്ന് കേൾക്കുമ്പോൾ എന്താ ഇത്ര വിഷമോ എന്ന് ഒരു പുള്ളി ചോദിച്ചു. ഒരു വിഷമവും ഇല്ല. ആ തീ അന്യാഗ്നിയാണെന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കത്തിക്കുന്ന തീ ഏതാ? അന്യാഗ്നി. എടുത്ത് വായിക്കാൻ ലേവ്യ പുസ്തകം ഉണ്ടോ പഴയത്?
ഹല്ലേലൂയ. ദൈവപുസ്തകത്ത് വായിക്കും. ഇത് പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോണ്ടേ? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇത്. നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെ പ്രയോജനപ്പെടാൻ വേണ്ടിയാ. ലേവ്യ പുസ്തകം, ഹല്ലേലൂയ, അതിൻ്റെ 10-ാം അധ്യായം ശ്രദ്ധിച്ചോണേ. ഇതൊക്കെ നോഹയുടെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചോ. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂബും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗമിട്ട് അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി. ഓരോരുത്തരും ഒരു നിലയുണ്ട്, ആ നിലയിൽ നിന്നോണം. ആവശ്യമില്ലാത്തടത്തൊന്നും കയറി ഒന്നും ചെയ്യരുത്, അടി വാങ്ങി കൂട്ടരുത്. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തൊക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുമെന്ന് പുതിയ നിയമം പ്രസംഗിക്കുന്ന ഞങ്ങളുടെ കീവേഡാണത്. കർത്താവ് പ്രസംഗിച്ച് ശിഷ്യരാക്കേണ്ടതിന് പകരം അതും ഇതും തങ്ങളോട് കൽപ്പിക്കാത്തൊക്കെ കിടന്ന് പാതി ഇതൊക്കെ പറഞ്ഞു കൂട്ടി അവസാനം പക്ഷേ അവർ വെന്തു പോകുന്നില്ലല്ലോ. അതാ കൃപായുഗം എന്ന് പറഞ്ഞാൽ. കൃപ ദീർഘിപ്പിച്ച് തന്നിരിക്കുക എന്ന് വെച്ച് ശിക്ഷയില്ലെന്നല്ല. സാത്താനവൻ്റെ ദൂതന്മാർക്ക് ഒരിക്കലും തീപ്പൊയ്കെ ചെന്ന് ചാടുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ, അയ്യോ ഞങ്ങൾ ഇവിടെയാണല്ലോ വന്നത്. ധനവാന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ലാസറിന്റെ കൂടെ ഉണ്ടായിരുന്ന ധനവാൻ എന്ത് പറ്റി? തീപ്പൊയ്കെ ചെന്നപ്പോഴോ, യാതനാ സ്ഥലത്ത് ചെന്നപ്പോഴാ മനസ്സിലായി, അയ്യോ ഇവിടെ വന്നത്. അയ്യോ വെള്ളം വേണം, വെള്ളമില്ല. അയ്യോ സഹോദരന്മാരവിടെ വരുന്നു, അതുമില്ല. പുള്ളി ചോദിച്ച ഒന്നിനും മറുപടി ഇല്ലാതെ കോടാനുകോടി വർഷം യാതന അനുഭവിച്ച് കിടക്കുന്ന ആ വേദനാജനകമായ അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ മാറ്റപ്പെട്ടെന്ന് ഓർക്കുമ്പോൾ പെന്തക്കോസ്ത് സമൂഹമേ, നമ്മൾ എന്താണ് അതിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട ദൂത്? അന്യാഗ്നി കത്തിച്ച നാദാബും അബീഹൂബും വെന്തുപോയപ്പോൾ 16-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞുകൂടി ഞാൻ വായിക്കാം. അഹരോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ചുപോയ ശേഷം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, കൃപാസനത്തിന്മീതെ മേഘത്തിന് ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിലുള്ള കൃപാസനത്തിന് മുൻപിൽ എല്ലാ സമയത്തും വരരുത് എന്ന് അവനോട് പറയണം. ഇതെന്തിനാ നമുക്ക് ഈ പുസ്തകത്തിൽ ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നേ? ഇത് വായിച്ച് ബുദ്ധി ഉപദേശം എടുക്കുക പ്രിയമുള്ളവരെ. നിന്റെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ നീ മാറി നിൽക്കേ. ഹല്ലേലൂയ. നിന്നെ കർത്താവ് വിളിച്ചെന്ന് ബോധ്യമുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്നെ വേർതിരിച്ചെന്ന് ബോധ്യമുണ്ടോ? ബൈബിൾ കോളേജിൽ പഠിക്കാൻ വരുന്ന ഒത്തിരി പേര് എന്തിനാ പഠിക്കാൻ വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭക്ഷണം കഴിക്കാൻ. സുഖവാസ കേന്ദ്രം 3-4 വർഷം. അത് കഴിഞ്ഞോ ബൈബിൾ കോളേജിൽ ഇറങ്ങിയിട്ട് ഒരുത്തം പോയി താറാവ് കച്ചവടം ചെയ്ത ചരിത്രം വരെ എനിക്കറിയാം. അപ്പോൾ ഒരു വാസു ചോദിച്ചു, ദാനിയേലേ, നീ ദാനിയേൽ പ്രവചനം പഠിച്ചിട്ട് നീ താറാവ് കൃഷി നടത്താനാണോ ഇവിടെ വന്ന്? ഒന്നും പറയാനില്ലാണ്ട് ഉത്തരം മുട്ടിപ്പോയി. കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരുത്തൻ സദ്യക്ക് ചെന്ന ചരിത്രം സുവിശേഷം മത്തായി 11 ആണെന്ന് തോന്നുന്നു, വെളിപ്പെടുത്തുന്നുണ്ട്. 21. സ്നേഹിതാ, നീ ഇങ്ങനെ ഇവിടെ വന്നു? ഉത്തരം മുട്ടിപ്പോയി. ഇപ്പൊ നമുക്ക് പറയാൻ 100 കാരണങ്ങളുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ യാതനാ സ്ഥലത്ത് പോയി കിടക്കുന്ന അവസ്ഥ വരുമ്പോൾ ഉത്തരം മുട്ടിപ്പോകും. അത് വരാതിരിക്കാനാണ് ഈ ഉപദേശം നിങ്ങളെ ശക്തിയോടെ വചനം കൊണ്ട് പ്രബോധിപ്പിക്കുന്നത്. മനസ്സിലായോ? നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച ന്യായവിധി പുതിയ നിയമസഭയിലെ ദൈവമക്കൾക്ക് വരാതിരിക്കാനാണ് ഞാനിത് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. മനസ്സിലായോ? മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും. ഇതേ പേജിൽ ഉൽപ്പത്തി 5 27 വാക്യം ഒന്ന് വായിച്ചേ. പുസ്തകമില്ലേ? ഞാൻ വായിക്കാം. ഉൽപ്പത്തി 5:27. മെഥുശലേഹിന്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. മെഥുശലേഹിന്റെ ആയുഷ്കാലം 969 സംവത്സരമെന്ന് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും, ഒരു അധ്യായം 7 സംവത്സരങ്ങളുടെ ഗ്യാപ്പുണ്ട്. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇവിടെ വേദോസം പഠിക്കുമ്പോൾ പഴയ ബൈബിൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം അധ്യായത്തിൻ്റെ കുറേ ബാക്കി വെച്ചിട്ടാണ് പിന്നെ 6-ാം അധ്യായത്തിലേക്ക് കടക്കുന്നത്.
അതേ പേജിൽ തന്നെയാണെന്നുള്ളതാണ് വിഷയം. പ്രത്യേകം 969 സംവത്സരം ജീവിച്ചിരുന്ന മനുഷ്യന് ദൈവം ഒരു ആയുസ് വെട്ടിക്കുറച്ചു, 120 പെന്തക്കോസ്തുകാർ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചോണേ. പാട്ടും പാടി തുള്ളിച്ചാടി ആകാശം മുട്ട കിടന്ന് ബഹളം വെച്ചുകൊണ്ടൊന്നും ഒരു കഥയുമില്ല. ദൈവവചനം, സത്യവചനം, പഥ്യവചനം, പഥ്യോപദേശം അത് വേണ്ടതുപോലെ ഗ്രഹിച്ചെടുക്കുന്നില്ലെങ്കിൽ പല അപകടത്തിലും നമ്മൾ ചെന്ന് ചാടും. പിന്നെ അവിടെ കിടന്ന് കയ്യും കാലും അടിച്ചിട്ട് ഒരു പ്രയോജനമില്ല. പൗലോസ് 1 കൊരിന്ത്യർ 10 എഴുതിയിരിക്കുന്നത് നമുക്ക് ബുദ്ധി ഉപദേശമായിട്ട് പഴയ നിയമം നിൽക്കുക. അപ്പോൾ തന്നെ പല കാര്യങ്ങൾക്കും നമുക്ക് അനുസരിക്കാനുണ്ടില്ല. ഞാൻ തർക്കമില്ലാതെ പറയുന്നു. ബുദ്ധി ഉപദേശം എടുത്തോളാം. 969 വർഷം, 800 ചില്ലുവാനം വർഷം അതിൽ നിന്ന് ദൈവം കുറച്ചു കളഞ്ഞു. ഇതേതുമല്ലേ? ഇന്നത്തെ ലോകജാനികളായ മരമണ്ടന്മാര് ഇത് വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? 60, 70, 80 വയസ്സിലൊക്കെ ഇന്ന് ഭക്തന്മാർ ജീവിച്ച് മരിക്കുക. ഇന്നത്തെ ന്യൂ ജനറേഷന് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം അവർക്ക് കൊടുത്തിരിക്കുന്ന ആയുസ് 35, 40, 50 ഒക്കെയാണ്. അതുകൊണ്ട് പിള്ളേരോടൊക്കെ പറ ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചോളാൻ, തോന്നിയ പോലെ ജീവിക്കാതെ ഭയഭക്തിയോടെ ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനായിട്ട് അവരോട് പറ. ന്യൂ ജനറേഷനോട്. ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ഒരുപക്ഷെ നമ്മുടെ മക്കൾ ജീവിച്ചിരിക്കില്ല. അതിനു മുൻപ് അവർ ആത്മരക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർ കരുതണം. അതിനവരെ ശിക്ഷണത്തിൽ വളർത്തണം, അവരെ ഉപദേശിക്കണം, അവരെ പഠിപ്പിക്കണം, അവരെ ഗ്രഹിപ്പിക്കണം. ഇല്ലെങ്കിൽ അവർ നിത്യമായ നാശത്തിലേക്ക് പോകും. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകുമെന്ന് പറഞ്ഞത് ആയുഷ്കാലം 800 ചില്ലുവാനം ആയുഷ്കാലം മനുഷ്യന് കുറച്ചു. മനുഷ്യൻ വഷളത്വത്തിലേക്ക് പോയപ്പോൾ ഞാനിതൊരു വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. കേൾക്കുന്ന നിങ്ങൾക്കത് നിസ്സാരമായിട്ട് തോന്നിയാലും എനിക്കിത് വലിയൊരു വേദനാജനകമായ അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. 50, 60, 70 ഒക്കെ ആകുമ്പോൾ തന്നെ നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, പല അസ്വസ്ഥതകളുണ്ട്. മനുഷ്യൻ ഞെരങ്ങിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് ഒരു ജംഗ്ഷനിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു മരണത്തിൻ്റെ ഫോട്ടോ വെച്ച ഒരാളുടെ കണ്ടു. ഞാൻ നോക്കിയപ്പോൾ 45 വയസ്സുള്ള ഒരാരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ അറ്റാക്കായിട്ട് മരിച്ചു. അതുപോലെ എത്രയോ സംഭവങ്ങൾ. മനോരമയും മാതൃഭൂമിയും പത്രങ്ങളെടുത്ത് നോക്കിയോ, എത്ര പേരാണ് ചെറുപ്പക്കാരായിട്ടുള്ളത് മരിച്ചു. മനുഷ്യന്റെ ആയുസ് കുറച്ചു കളഞ്ഞു. 120 സംവത്സരമാകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 120 ആരെങ്കിലും പോകുന്നുണ്ടോ? ഒറ്റപ്പെട്ട ചിലർ അമേരിക്കക്കാരൻ 120 പോയെന്നൊക്കെ പറയണ്ടായി. ഒറ്റപ്പെട്ടവരൊക്കെ കാണും. അത് കഴിഞ്ഞാൽ അവർ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകണമെന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ പഠനം നമ്മളെ ശരിക്കും ഒരു രൂപാന്തരത്തിലേക്ക് നടത്തണം. എന്തുകൊണ്ട്? നോഹയുടെ കാലം പോലെ ആയി. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവായി. മനുഷ്യൻ വഷളത്വത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഒരു സ്കൂളിൻ്റെ അധ്യാപകയായ വാത്സല്യ ടീച്ചർ പറഞ്ഞത് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ചെപ്പിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അവരെന്താ പറഞ്ഞത്? അവരെന്താ പറഞ്ഞേ? ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെല്ലാം പഠിച്ചു പോയി. ഒരെണ്ണത്തെ നന്നാക്കിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. മഴയുടെ ഡിസ്റ്റർബൻസ് ഉണ്ട്. ദൈവമക്കൾ ക്ഷമിച്ചോണം. വിഷയം ശക്തിയോടെ വെളിപ്പെട്ടതുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാനൊന്നും നിവൃത്തിയില്ല. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ സ്കൂൾ കുട്ടികൾ മുഴുവൻ നശിച്ചുപോയി. ഞങ്ങൾക്ക് അവരെ നന്നാക്കിയെടുക്കാൻ പറ്റാത്ത നിലയിൽ അവർ കെട്ടുപോയി. ആരാണ് ഇതിന് ഉത്തരവാദി? നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാണ്. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകും. അതായിക്കഴിഞ്ഞു. വഷളത്വത്തിലേക്ക് പോയി. കേരളത്തിലെ യുവാക്കൾ മുഴുവൻ
നല്ലൊരു ശതമാനവും 95% മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവരായി, മാതാപിതാക്കളെ സ്നേഹിക്കാത്തവരായി, മാതാപിതാക്കൾക്ക് യാതൊന്നും കൊടുക്കാത്തവരായി കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞ് കളയുക. അനാഥശാലകളിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പറയുന്നു, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകും. അതായിക്കഴിഞ്ഞു, അതായിക്കഴിഞ്ഞു. അപ്പനെയമ്മയെ അനുസരിക്കാത്ത മക്കൾ, വിവാഹം നടത്തിക്കൊടുക്കണ്ട, ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറയുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിനും ലാസർ ലഹരികൾക്കും അടിമകളായ കുഞ്ഞുങ്ങൾ, MDMA കൊടികുത്തി വാഴുക കേരളം. ലോകം മുഴുവൻ മയക്കുമരുന്നിന്റെ പിടിയിൽ അമർന്നു. ലോകം മുഴുവൻ ഭീകരന്മാരുടെ പിടിയിൽ അമർന്നു. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, ലോത്തിന്റെയും ഭാര്യയുടെയും ചരിത്രം നമുക്ക് അവിടെ കാണാൻ കഴിയും. അവരോട് പറയുന്നത്, ദൈവം പറയുന്ന പ്രസ്താവന ഇവിടെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം വായിക്കാൻ സമയമില്ല. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം എടുത്ത് നിങ്ങൾ തന്നെ വായിച്ചു കൊടുക്കുക. ആ അധ്യായം മുഴുവൻ അങ്ങോട്ട് വായിച്ച് പഠിച്ചോ. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാൻ വായിക്കുന്നു. 10-11. ആ പുരുഷന്മാർ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കലേക്ക് അകത്ത് കയറ്റി. കൈ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്ത് കയറ്റി, വാതിലടച്ചു. അപ്പോൾ ലോകത്തിൻ്റെ അടുക്കൽ വന്ന പുരുഷന്മാർ നമുക്കറിയാം, ഞാൻ എൻ്റെ വിശദീകരണം പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്നു. ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റ വല്ലവരും ഉണ്ടോ? മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിൽക്കുള്ളവരെയൊക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കോ. അല്ല, 13-ാം വാക്യം, പ്രസക്തമായ വാക്യം. ഇവരെക്കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുൻപാകെ വലുതായിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും, അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഈ അവസ്ഥ വന്നിരിക്കുക നമുക്കിവിടെ. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലത്തിനെ വിട്ടുപോകുവിൻ. 15-ാം വാക്യം, എല്ലാം വായിക്കുന്നില്ല. ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളുക. അടുത്തത് എല്ലാം വായിക്കുന്നില്ലേ, നിങ്ങൾ തന്നെ വായിച്ചോ. 17, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തൊന്നും നിൽക്കുകയും ചെയ്യരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക. നമുക്കറിയാം, ഓടിപ്പോകുന്ന പോക്കിൽ എന്ത് ചെയ്തു? പുറകോട്ട് നോക്കി ഉപ്പ് തൂണായി. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ പാപം പെരുകിയിരിക്കുന്നു സഹോദരങ്ങളെ. പാപത്തിൽ മുങ്ങിക്കിടക്കുന്നു ലോകം. എന്നെ കേൾക്കുന്ന പെന്തക്കോ സമൂഹം, നിങ്ങളുടെ അവസ്ഥ എങ്ങനെയിരിക്കുന്നു ശോധന ചെയ്യും. നിങ്ങൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾ, പ്രിയപ്പെട്ടവർ എങ്ങനെയെന്ന് ശോധന ചെയ്യും. അതിവിദൂരതയിലിരുന്നു കൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. നമ്മുടെ അവസ്ഥ എന്ത്? നോഹയുടെ കാലത്തെ മനുഷ്യന്റെ പോലെയാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ നമ്മുടെ ജീവിതം തീർന്നത് തന്നെ. നോഹയുടെ കാലഘട്ടത്തെ മനുഷ്യർ വഷളത്വത്തിലേക്ക് പോയപ്പോൾ ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത ഒരൊറ്റ മനുഷ്യൻ, അവനെ ദൈവം സംരക്ഷിച്ചു എന്നുള്ളതാണ് സന്തോഷകരമായ അവസ്ഥ. ഈ പാപം കൊടികുത്തുന്ന വാഴുന്ന സമയത്തും നീ ഏകനായിരുന്ന് ദൈവത്തെ സേവിച്ച് ദൈവപ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് സ്വർഗത്ത് പോകാം. ഈ കള്ളന്മാരുടെ കൂടെ കൂട്ടുകൂടിയാൽ നിന്റെ നിത്യതയും നഷ്ടമാണ്. ഈ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ആരാ ഉദ്ദേശിച്ചത്? കള്ളപ്രവാചകന്മാരും ദുർവിരക്ഷകന്മാരും ആത്മീയ കുളത്തിൽ കിടക്കുക.
മുങ്ങിക്കിടക്കുക ഇഷ്ടം പോലെ. എവിടെ ചെന്നാലും അത് തന്നെ. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് പണ്ട് കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ എവിടെ തിരിഞ്ഞു നോക്കിയാലും ദുരുപദേഷ്ടന്മാരും കള്ളപ്പുറന്മാരേ ഉള്ളൂ. അവർ ജനത്തിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവരാണ്. ഹല്ലേലൂയ.